Hi friends, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദിവാലി സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കോക്കനട്ട് ബർഫിയാണ് കേട്ടോ. തേങ്ങ കൊണ്ടുള്ള ബർഫിയാണ് ചെയ്യുന്നത്. എന്തായാലും ദിവാലി അല്ലേ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് അതൊരു സ്വീറ്റ് ആയിട്ട് ദിവാലി സ്പെഷ്യലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം എൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ബർഫി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിരകുന്ന സമയത്ത് ഒരു പകുതി ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം ചിരകിയിട്ട് എടുക്കണം കേട്ടോ. കാരണം ആ വൈറ്റ് ഭാഗം മാത്രം, അടിയിൽ ആ ബ്രൗൺ പോർഷൻ ഒഴിവാക്കിയിട്ടുള്ള ഭാഗം മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എങ്കിലേ നമ്മളെ ബർഫി കാണാനായിട്ട് ഒരു നല്ലൊരു വൈറ്റ് കളറൊക്കെ ആയിട്ട് ഒരു ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഈ തേങ്ങയൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഒന്ന് അത്യാവശ്യം പൊടിച്ചിട്ട് എടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് പൊടിയാക്കി എടുക്കരുത്, ചെറിയ തരികളായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ട്. ഇപ്പം ഞാൻ നമ്മുടെ തേങ്ങ അത്യാവശ്യം ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഒരുപാട് ഫൈനാവാതെ ഈ ഒരു രീതിയിൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1.5 കപ്പ് തേങ്ങക്ക് നല്ല മധുരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് വരെ ചേർക്കുന്നില്ല, കാരണം എനിക്ക് അത്ര മധുരം ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു പാകത്തിനുള്ള മധുരമായിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല സ്വീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ അളവിൽ മധുരം എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലുകൂടി ചേർത്ത് കൊടുക്കാം. നോർമൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്, ചൂടാക്കിയിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തില്ല. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട, ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ബർഫി റെഡിയാകുന്നത് വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം അല്ല ലോ അല്ല, അതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് കുറച്ച് ലിക്വിഡ് ഫോമായിട്ടാണ് ഇതുണ്ടാവുക. അപ്പോൾ ഈ മെൽട്ടായിട്ട് വരുന്ന ഈ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചിട്ട് അത്യാവശ്യം നല്ല തിക്നെസ്സായിട്ട് ഇത് എടുക്കണം കേട്ടോ, വെള്ളമൊക്കെ വറ്റിച്ചിട്ട്, എങ്കിലേ നമ്മുടെ ബർഫി പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് ബർഫി റെഡി ആവാതെ, ആ ഒരു തേങ്ങയുടെ പച്ച ചൊവയൊന്നും മാറാതെ എന്തോ ഒരു തേങ്ങയും പഞ്ചസാര ഇട്ടിട്ടുള്ളൊരു മിക്സ് പോലെ ആയിട്ട് മാറും. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം, ഹൈയിലിടാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം വെള്ളം വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ വറ്റിച്ചിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എത്ര ഇട്ട് കൊടുക്കുക, അതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിനൊരു പ്രശ്നവും വരില്ല. നമുക്ക് ഇടയ്ക്കിടെ മധുരം ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറേ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഒരുപാട് മധുരമായി പോകണ്ട. അതുകൊണ്ട് നിങ്ങൾ എത്രയാണോ മധുരം ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്തണേ. അപ്പോൾ ഈ ഒരു ബർഫിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇളക്കുന്ന സമയത്ത് വിട്ട് നിൽക്കുന്ന രീതിയാണ് കേട്ടോ വേണ്ടത്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ മാത്രം മതി കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട്. ഈസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പക്ഷേ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഈ ഒരു ബർഫിയിൽ ഏലക്കപ്പൊടി. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചില ആൾക്കാർ ഇതിൽ നട്ട്സും കാര്യങ്ങളല്ലേ ഉള്ളൂ, ഈ ബദാം കാഷ്യൂ ഒക്കെ ഒന്ന് പൊടിച്ചിട്ടൊക്കെ ഇടും. പക്ഷെ ഞാനതൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ബർഫി റെഡിയാക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലൊരു ട്രേയോ ഒരു സ്റ്റീൽ പ്ലേറ്റോ ഒരു ബൗളോ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. കുറച്ച് ഓയിൽ തടവിയിട്ട്, ഞാനിപ്പോൾ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കണേ. കാരണം നമുക്കിത് ബർഫി റെഡിയായ ഉടനെ തന്നെ ഈ ഒരു ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാനുള്ളതാണ്, എങ്കിലേ സെറ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരിക്കലും മറന്നു പോകരുതേ. അപ്പോൾ ഇപ്പം കണ്ടില്ല, നമ്മുടെ ബർഫി അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ല, പാത്രത്തിൽ നിന്ന് നമുക്ക് ഇളക്കുന്ന സമയത്ത് വിട്ട് കിട്ടുന്നില്ല. പാത്രത്തിൽ അങ്ങനെ ആ മിഡിൽ ഭാഗത്തൊന്നും നമുക്ക് എവിടെയോ പറ്റിയിട്ടൊന്നും നിൽക്കുന്നില്ലല്ലോ. കണ്ടില്ലേ, ഈ ഒരു രീതിയാണ് നമ്മുടെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ആ ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഞാനിത് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്തും നമുക്ക് പാത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് കൺസിസ്റ്റൻസി കറക്റ്റ് അല്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിൽ കിട്ടുള്ളൂ. സ്പൂണിനൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതിയേ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ട്രേ അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ടാണ് കേട്ടോ പാത്രം നിറയായിട്ട് ഞാൻ പരത്തി കൊടുക്കാതെ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരെ കട്ടിയില്ലാതെ അത്യാവശ്യം നല്ല നേർത്ത രീതിയിലൊക്കെ കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഈ ഒരേ ലെവലിലൊന്ന് പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതിലാണ് സെറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ എത്ര കട്ടി ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു ചെറിയ രീതിയിലുള്ള കട്ടിയാണ് ആവശ്യം. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ. ഇനി നമുക്കിത് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എങ്കിൽ മാത്രമേ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ 1 മണിക്കൂർ ആദ്യം റെസ്റ്റ് ചെയ്തിട്ട് നോക്കുക സെറ്റായിട്ടുണ്ടോയെന്ന്, അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം 1 മണിക്കൂർ 1.25 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ മുകൾ ഭാഗമൊക്കെ. ഇനി നമുക്കിത് ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് ബോർഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഏത് ഷേപ്പിലാണ് വേണ്ട ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, മാറ്റി കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ആ ബട്ടർ പേപ്പറിലൊന്ന് ഒട്ടിപ്പിടിക്കാൻ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആ ഒരു രീതി കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു നീളത്തിലും ക്രോസ് ആയിട്ടൊക്കെ ഒന്ന് ഈ ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, പൊടിഞ്ഞൊന്നും പോകാൻ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നില്ല. ഇതിനർത്ഥം ആ ഒരു കൺസിസ്റ്റൻസി വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് കിട്ടിയത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ. നമുക്ക് വെള്ളമൊന്നും നല്ലപോലെ വറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെയാണ് പൊടിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അതുപോലെ തന്നെ ദീപാവലിക്ക് ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യവും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്